പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെയില്ല. ജെറമിയ 32:27 കർത്താവ് ജെറമിയ പ്രവാചകനോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ദൈവം സർവശക്തനും സർവാധിപനും സർവവ്യാപിയുമാണ്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും നമ്മോടുള്ള കരുണയും ദൈവം പ്രദർശിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെയില്ല. ദൈവത്തിൻ്റെ പ്രവർത്തികൾ തൻ്റെ പുത്രനായ യേശുവിലൂടെ ഇന്ന് നിർവഹിക്കപ്പെടുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് നാടുനീളെ നന്മകൾ ചെയ്ത് രോഗികളെ സുഖപ്പെടുത്തിയും മരിച്ചവരെ ഉയർപ്പിച്ചും 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തനാക്കിയവനും, അതുപോലെ തൻ്റെ ശരീരവും രക്തവും അപ്പമാക്കി മാറ്റി വിശുദ്ധ കുർബാന സ്ഥാപിച്ചവനുമായ യേശുനാഥൻ സജീവനായ തിരുവോസ്തിയിൽ ഇന്നും വസിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നൽകിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഇടയിൽ വസിക്കുകയാണ്. ധ്യാന കേന്ദ്രങ്ങളിലും അതുപോലെ ബൈബിൾ കൺവെൻഷനിലും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും എല്ലാം കാണുമ്പോൾ യേശു നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതിന് തെളിവാണത്. എബ്രായർ 13:8 വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. സങ്കീർത്തനം 136:1 കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. ദൈവത്തിൻ്റെ സ്നേഹം പലപ്പോഴും നാം മനസ്സിലാക്കിയിട്ടില്ല, അതിനെക്കുറിച്ച് ആഴത്തിൽ നാം ചിന്തിച്ചിട്ടുമില്ല. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? യോഹന്നാൻ 3:16 വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. യേശുവിൻ്റെ തിരുരക്തമാണ് നമ്മുടെ പാപക്കറകൾ കഴുകി നമ്മെ വിശുദ്ധീകരിക്കുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നുണ്ട്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന്. ദൈവസ്നേഹം കൊണ്ടും ദൈവത്തിൻ്റെ വചനം കൊണ്ടും നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുകയാണ് വേണ്ടത്. അതിനായിട്ടാണ് നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം? റോമ 5:5 വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. ദാഹത്തോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് സമൃദ്ധമായ അഭിഷേകം ദൈവത്തിൽ നിന്ന് ലഭിക്കും. മാമോദീസായിലൂടെയും മറ്റു കൂദാശകളിലൂടെയും എല്ലാം പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പാപങ്ങളും ദുഷിച്ച ചിന്താഗതികളും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്ന സ്വഭാവവും നാം കാണിക്കുന്നതുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കാത്തതുകൊണ്ട് നാം പലപ്പോഴും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാം പാപവും പാപസാഹചര്യങ്ങളും ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ നിറവ് നമ്മൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോൾ നാം ശക്തി പ്രാപിക്കും. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കും. പാപത്തെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചും എല്ലാം ബോധ്യമോ അറിവൊക്കെ തരുന്നത് പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ 7:35 യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശു ഇത് പറഞ്ഞത് യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അതിനാൽ
പരിശുദ്ധാത്മാവിനായി വേണ്ടി നാം ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് സമൃദ്ധമായി നൽകുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.